വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് തിരികെ എത്തിയ അഫ്സൽ ആകെ അസ്വസ്ഥനാണ്. അവൻ വേഗം മുകളിലെ മുറിയിലേക്ക് പോയി ബെഡിലേക്കിരുന്നു. താൻ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഫസി എന്താണ് തന്നിൽ നിന്നും അകന്നു പോകുന്നത് എന്നറിയാതെ അവൻ തല പുകച്ചിരുന്നു. തൻ്റെ ഷെൽഫിലിരിക്കുന്ന ആ കറുത്ത ചതിയെക്കുറിച്ചോ ഫസിയുടെ നെഞ്ച് തകർന്നതിനെക്കുറിച്ചോ അഫ്സലിന് ഇപ്പോഴും അറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഫസി റൂമിൽ വന്നു. അഫ്സൽ ഫസിയോട് സംസാരിക്കാൻ നിന്നപ്പോഴേക്കും അവൾ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൻ പതുക്കെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് നടന്നു. റൂമിൽ വെച്ച് ഫസിയുടെ ആ വല്ലാത്ത അകൽച്ച കണ്ട അഫ്സൽ ആകെ തകർന്നു പോയിരുന്നു. പിറ്റേന്ന് കോളേജിലെത്തിയ അവൻ സ്റ്റാഫ് റൂമിൽ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മീര മിസ് അവൻ്റെ അരികിലേക്ക് വന്നു. എന്താ അഫ്സൽ, എന്തു പറ്റി? 2 ദിവസമായി നീ ആകെ ഡിസ്റ്റർബാണല്ലോ, മീര ചോദിച്ചു. അഫ്സൽ തൻ്റെ നെഞ്ചിലെ വിഷമം മുഴുവനും മീരയോട് പറഞ്ഞു. എനിക്കറിയില്ല മീര, ഫസി എന്നിൽ നിന്ന് ഒരുപാട് അകലുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവൾ എന്നെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അഫ്സലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് അവളോട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ടെന്താ നീ അവളോട് അത് പ്രകടിപ്പിക്കാത്തത്? അഫി, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയടാ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നാനും. പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ മോൻ ആദ്യം ചെന്ന് ഫസിയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 2 പേരും മനസ്സറിഞ്ഞൊന്ന് സംസാരിക്കുക. ഇപ്പം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ഇടയിലുള്ളൂ. മീര പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ട് അഫ്സൽ പുറത്തേക്കിറങ്ങി. എന്നും പറഞ്ഞ് മീര ചിരിച്ചുകൊണ്ട് തൻ്റെ സ്ഥലത്ത് പോയിരുന്നു. ഇതേ സമയം പുറത്ത് അർഷി മീരേനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അഫ്സൽ പുറത്തേക്കിറങ്ങിയതും അർഷി വേഗം മീരൻ്റെ അടുത്ത് ചെന്ന് ഫസിയുടെയും അഫ്സലിൻ്റെയും അവസ്ഥ പറഞ്ഞു. മിസ്സേ, ഇക്കയും ഫസിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അമീന അന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മീരയോട് അർഷി പറഞ്ഞു. അവളുടെ മനസ്സിൽ വേറെയും പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഉള്ളുരുകി കരയാണ്, പക്ഷെ ആരോടൊന്നും പറയുന്നില്ല മിസ്സേ. അർഷി പറഞ്ഞത് കേട്ടതും മീരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. മീര ഉടനെ തന്നെ അഫ്സലിൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൾ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അഫ്സലിൻ്റെ ഫോണിലേക്ക് അമീനയുടെ കോൾ വരുന്നത്. അഫ്സൽ മീരയോട് സംസാരിക്കുന്നത് നിർത്തി അമീനയുടെ ഫോൺ എടുത്തു. ഇക്കാക്ക, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് വരണം. ഇക്കാക്കയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്, അമീന പറഞ്ഞു. അമീന പറഞ്ഞത് കേട്ടതും അഫ്സലിൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം തോന്നി. അവൻ ഉടൻ തന്നെ കോളേജിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ബുള്ളറ്റും എടുത്ത് കോഴിക്കോട് ബീച്ചിലേക്ക് പാഞ്ഞു. ബീച്ചിലെത്തിയ അഫ്സൽ ചുറ്റും നോക്കി നടന്നു. കുറച്ചു മാറി ഒരു തെങ്ങിൻ ചുവട്ടിൽ അമീനയും ഫസീലയും ഒരുമിച്ച് നിൽക്കുന്നത് അവൻ കണ്ടു. അവർ 2 പേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അഫ്സലിൻ്റെ ഉള്ളിൽ കടുത്ത ദേഷ്യം വന്നു. അവൻ പതുക്കെ അവർക്ക് പുറകിലായി വന്ന് മാറി നിന്നു. അവിടെ വെച്ച് ഫസീല അമീനയോട് ചോദിക്കുന്ന ആ സംഭാഷണം അഫ്സൽ കൃത്യമായി കേട്ടു. ഡേ അമീന, ഞാൻ അങ്ങോട്ട് വന്നാൽ അഫ്സലിക്ക് എന്നെ തിരികെ സ്വീകരിക്കുമോ? ഇപ്പോഴും പുള്ളിക്ക് എന്നെ തന്നെയാണോ ഇഷ്ടം? അതിന് അമീന കൊടുത്ത മറുപടി അഫ്സലിനെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നല്ലാതെ ഫസീല, ഇക്കയ്ക്ക് ഇപ്പോഴും നിന്നെയാ ഇഷ്ടം. ഞാൻ ഫസിയുടെ മനസ്സ് അങ്ങോട്ട് തകർത്ത് വെച്ചിട്ടുണ്ട്. നീ ധൈര്യമായിരിക്ക്, നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. ദേഷ്യത്തോടെ അഫ്സൽ അവരുടെ അടുത്തേക്ക് പോയി. അവൻ്റെ വരവ് കണ്ടപ്പോഴേ 2 പേർക്കും ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. എന്നാൽ 2 പേരും അത് കാട്ടാതെ അങ്ങനെ നിന്നു. അവരുടെ അടുത്ത് ചെന്ന് അഫ്സൽ ചോദിച്ചു, എന്താ, എന്ത് കാര്യം പറയാനാ എന്നെ വിളിച്ചേ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. എനിക്കല്ല അഫിക്ക, ഇവൾക്ക എന്ന് പതുക്കെ അമീന പറഞ്ഞുകൊണ്ട് മാറി നിന്നു. എന്നിട്ട് ഫസീല അഫ്സലിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ അമീന മറ്റൊരു ക്രൂരത കൂടി ചെയ്തു. ഫസീലയും അഫ്സലും കടലിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ ഒരു ഫോട്ടോ അമീന ഫോണിലെടുത്തു. എന്നിട്ട് അവൾ ആ ഫോട്ടോ ഉടനെ തന്നെ ഫസിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ച ശേഷം
അമീന തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അഫ്സലിനെ കണ്ടത്. അമീന ഒന്ന് ഭയന്നെങ്കിലും അവൾ അപ്പോഴും അഫ്സലിൻ്റെ മനസ്സിൽ വിഷം നിറക്കാൻ നോക്കി. ഇക്കാക്ക, നിങ്ങൾ ആ ഫസിയെ അങ്ങ് ഒഴിവാക്ക്. അവൾ ഇനിയും നമ്മുടെ വീട്ടിൽ നിന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇക്കാക്ക, എന്നിട്ട് ഫസീലയെ അമീന പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് അഫ്സലിൻ്റെ ശക്തമായ ഒരടി അമീനയുടെ കവിളത്ത് പതിഞ്ഞു. അടിയുടെ ആഘാതത്തിൽ അമീന തറയിലേക്ക് വീണുപോയി. ഫസീല ഭയന്ന് പുറകോട്ട് മാറി. അഫ്സൽ അമീനയുടെ മുഖത്തേക്ക് നോക്കി കടുത്ത ദേഷ്യത്തോടെയും വെറുപ്പോടെയും പറഞ്ഞു, നീ എൻ്റെ പെങ്ങളാണെന്ന് പറയാൻ എനിക്കിപ്പോൾ വല്ലാത്ത മടിയും നാണക്കേടും തോന്നുന്നടി. നിങ്ങൾ രണ്ടുപേരും കാരണം എൻ്റെ ഫസി എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയോ? ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ മനസ്സ് തകർക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? സ്വന്തം സഹോദരൻ്റെ ജീവിതം തകർത്തിട്ട് തന്നെ വേണോടി നിന്റെ ഈ കൂട്ടുകാരിയെ സംരക്ഷിക്കാൻ? നിന്റെയൊക്കെ വിചാരം എന്താ? നിന്റെ തൊലികൊളുപ്പും സൗന്ദര്യവും കണ്ട് നീ ഒരുത്തൻ്റെ കൂടെ പോയിട്ടും നിന്നെയും കിനാവ് കണ്ട് ഞാൻ ഇരിക്കുകയാണെന്നോ? എന്നാ കേട്ടോ, എൻ്റെ ഉള്ളിൽ ഞാൻ മഹർ ചാർത്തിയ പെണ്ണുണ്ട്, ഫർസാന, എൻ്റെ ഫസി. അവളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കണ്ട, അതാണ് നിങ്ങൾക്ക് നല്ലത്. അഫ്സലിൻ്റെ ആ രൗദ്രഭാവം കണ്ട് അമീനയും ഫസീലയും മറുപടിയില്ലാതെ തരിച്ചു നിന്നുപോയി. എന്നാൽ അഫ്സലിൻ്റെ ഉള്ളിൽ അമീനയെ തല്ലിയതിൻ്റെ വേദനയായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം തൻ്റെ സഹോദരിമാരെ ഒരു നോട്ടം കൊണ്ടുപോലും അഫ്സൽ ഇതുവരെ നോവിച്ചിട്ടില്ല. എന്നാൽ ഇതിനുള്ള ഇടവരുത്തിയത് അമീന തന്നെയായിരുന്നു. ആ വലിയ മാനസിക വിഷമത്തിൽ അവൻ തൻ്റെ ബുള്ളറ്റുമെടുത്ത് ഭ്രാന്തമായി റോഡിലൂടെ പാഞ്ഞു. അതേസമയം കോളേജ് വിട്ട് വരികയായിരുന്ന ഫസിയുടെ ഫോണിലേക്ക് അമീന എടുത്ത ആ ഫോട്ടോ വന്നു. അഫ്സലും ഫസീലയും ബീച്ചിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടതും ഫസിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ താഴെ വീണു. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്ന സങ്കടത്തോടെ ആരോടും ഒന്നും പറയാതെ അവൾ കരഞ്ഞുകൊണ്ട് അർഷിയുടെ കൂടെ വേഗം വീട്ടിലേക്ക് നടന്നു.